വർഷങ്ങളായി ടെലിവിഷൻ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന അവതാരകയാണ് മീര അനിൽ. ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തിരുന്ന സ്ത്രീ എന്ന ടെലിവിഷൻ ഷോയിലൂടെയാണ് മീരയുടെ കരിയറിന് തുടക്കം കുറിച്ചത്. പിന്നീട് നിരവധി റിയാലിറ്റി ഷോകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും മീര അനിൽ മലയാളികൾക്ക് പരിചിതയായ മുഖമായി മാറി. തൻ്റെ കരിയറിനെക്കുറിച്ചും വ്യക്തിജീവിതത്തെക്കുറിച്ചുമൊക്കെ മീര മനസ്സ് തുറക്കുന്ന പുതിയ അഭിമുഖം ശ്രദ്ധിക്കപ്പെടുകയാണ്. നിരവധി സ്റ്റേജുകളിൽ അവതാരക വേഷം അണിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പുതിയൊരു സ്റ്റേജിൽ കയറുന്ന സമയത്ത് ചെറിയൊരു ഭയം തനിക്ക് ഉണ്ടാകാറുണ്ടെന്ന് മീര പറയുന്നു. ഒരുപാട് സ്റ്റേജുകൾ കയറി എന്ന് കരുതി ഒന്നും ലാഘവത്തോടെ കാണുന്ന ആളല്ല ഞാൻ. ഇപ്പോഴും ചില പ്രോഗ്രാമുകൾക്ക് വേണ്ടി 2 ആഴ്ചയോളമൊക്കെ തയ്യാറെടുപ്പുകൾ ഞാൻ നടത്താറുണ്ട്, വായിക്കാറുണ്ട്. ദിവസം 1 മണിക്കൂറെങ്കിലും പത്രം വായിക്കാനായി മാറ്റി വയ്ക്കാറുണ്ട്. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല. ചില വൈറൽ ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ നിർബന്ധിതരാകും. അതൊക്കെ ബാക്കിയുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ബുദ്ധിമുട്ടാണ്. ആടുജീവിതത്തിൻ്റെ പ്രൊമോഷൻ സ്റ്റേജിൽ ലാലേട്ടനോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യം ചോദിച്ചു എന്നതായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളി നേരിട്ടത്. ഡയറക്ടേഴ്സിൻ്റെ കമൻറ്റുകൾ കണക്കിലെടുത്ത് കൊണ്ടാക്കും പ്രസൻറ്റ് ചെയ്യേണ്ടത്. അതൊരിക്കലും നമ്മുടെ പേഴ്സണൽ ചോയ്സുകൾ ആകാറില്ല എന്നാണ് മീര പറയുന്നത്. കുട്ടിക്കാലത്ത് പാട്ട് പഠിക്കാൻ പോയപ്പോൾ തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ചും മീര മനസ്സ് തുറക്കുന്നു. ജഗന്നാഥ് എന്നൊരു നടനുണ്ട്. കഥകളി സംഗീതവും ലളിത സംഗീതവും പഠിപ്പിക്കുന്ന ഗുരുവായിരുന്നു അദ്ദേഹം. അങ്ങനെ അച്ഛൻ തന്നെ പാട്ട് പഠിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയി. ഞാൻ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയമാണ്. ഇരുന്ന ഉടനെ അദ്ദേഹം പറഞ്ഞത് ഒരു പാട്ട് പാടാനാണ്. പാടിയപ്പോൾ നിറയെ വെള്ളിയായിരുന്നു. പാട്ട് കഴിയുന്നതിന് മുമ്പേ അദ്ദേഹം എന്നോട് നിർത്താൻ പറഞ്ഞു. ഈ കുട്ടിക്ക് പാട്ട് പാടാൻ പറ്റില്ല, ശബ്ദം വളരെ മോശമാണ്, പാട്ടിന് വേണ്ടി മകളെ കൊണ്ട് നടക്കേണ്ട, വെറുതെ നിങ്ങളുടെ സമയം എന്തിനാണ് കളയുന്നതെന്ന് അദ്ദേഹം എൻ്റെ മുന്നിൽ വെച്ച് അച്ഛനോട് പറഞ്ഞു. പിന്നീട് ഇതുവരെ ഒരു സ്റ്റേജിൽ പോലും ഞാൻ പാടിയിട്ടില്ല. ആ നീറ്റിൽ എന്നും എൻ്റെ ഉള്ളിലുണ്ട്. അദ്ദേഹത്തിന് എന്നെ മാറ്റി നിർത്തി അച്ഛനോട് മാത്രമായി പറയാമായിരുന്നു എന്ന് മീര കൂട്ടിച്ചേർത്തു.